നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രനോട് ഒരു വാക്ക് ചോദിക്കാതെ നീ അവന്റെ വീട്ടിലേക്ക് പോണോ മോളെ? ഞങ്ങൾ ആ വീട്ടിലെ താമസിച്ചോണ്ടിരുന്നവരല്ലേ ബാനുമ്മേ. അവിടുന്ന് ഇറങ്ങി പോണെന്ന് പറഞ്ഞ് വന്നവരൊന്നും അല്ലല്ലോ. അവിടുന്ന് പെട്ടിയും പ്രമാണമായിട്ട് വന്ന ഇന്ദ്രേട്ടൻ ഇന്നലെ രാത്രി വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. പിന്നെ ഞാനെന്തിനാ എവിടെ നിൽക്കുന്നത്? അമ്മ വെള്ളം എടുത്തിട്ട് വരാേ. പിന്നെ ഇന്ദ്രൻ രാത്രിയിൽ ഇങ്ങോട്ട് വരാതിരുന്നത് മോള് പിന്നെ അവനെ വിളിക്കാത്തോണ്ടല്ലേ? അതെ ചേച്ചി, ഇന്ദ്രേട്ടന്റെ പ്ലാൻ ചേച്ചി മോനുമായിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിരുന്നു. ഇന്ദ്രേട്ടൻ ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ? ആ, ഞാൻ സത്യനെ വിളിച്ച് ചോദിച്ചു. ഇന്നലെ അമ്മയും മക്കളൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനിയെല്ലാം പഴയതുപോലെ ആവാൻ അധികം താമസമൊന്നുമില്ല. ഞാനവിടെ ഇല്ലെങ്കിൽ ഇന്ദ്രന്റെ അമ്മയ്ക്ക് കൂടുതൽ എളുപ്പമാവും. നീ അവിടെ ഉണ്ടെങ്കിലും സുശീല ചെയ്യേണ്ടത് സുശീല ചെയ്യും. അവളുടെ ചതിക്കും കൂടോത്രത്തിനും ഇന്ദ്രനെ വിട്ടുകൊടുക്കാതിരിക്കുന്നതല്ലേ മോളെ നല്ലത്? ഇന്ദ്രേട്ടൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല ബാനുമ്മേ. അതിന് ഒളിച്ചോട്ടല്ല വഴി. ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ദ്രേട്ടൻ കൈവിട്ട് പോയില്ലെന്ന് എനിക്ക് ഉറപ്പാക്കണം. വിച്ചോട്ടാ, നമുക്ക് അച്ഛന്റെ വീട്ടിലേക്ക് പോവാം. പഞ്ചാടി, നിനക്ക് 2 ദിവസം കോളേജ് അവധിയല്ലേ? ഞാൻ നിന്നെ വിളിക്കാം. ഭാനുമ്മേ, പോയിട്ട് വരാേ. ശരി മോളെ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം. ചവിട്ടേറ്റ പാമ്പിന്റെ പകയായിരിക്കും ഇപ്പൊ സുശീലയുടെ ഉള്ളില്. നല്ല സമയത്താ മാഷു വന്നത്. അല്ല, അച്ഛനെന്താ ഇങ്ങോട്ട് വന്നത്? പഞ്ചരത്നത്തില് അച്ഛനില്ലാതെ എങ്ങനെയാ? അവിടെ അമ്പിളിയും ദയൊക്കെ ഉണ്ടല്ലോ മോളെ. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അല്ല, മോള് നിങ്ങളുടെ ബാഗൊക്കെ ആയിട്ട്? ഞങ്ങൾ ഇന്ദ്രേട്ടന്റെ വീട്ടിലേക്ക് പോവാ അച്ഛാ. അതെന്താ പെട്ടെന്ന്? ഇന്ദ്രൻ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ മോളെ. ഇന്ദ്രേട്ടനിപ്പോ അവിടെ അച്ഛാ. പിന്നെ ഞങ്ങളെന്തിനാ എവിടെ നിൽക്കുന്നത്? ആ, ഇന്ദ്രൻ അങ്ങോട്ട് പോയോ? അത് ഞാൻ അറിഞ്ഞില്ല. മോനെ വെച്ചോട്ടാ, ഇത് മുത്തച്ഛൻ കൊണ്ടുവന്നോ? 10 ചോക്ലേറ്റും മുത്തച്ഛൻ കൊണ്ടുവന്നാ. അച്ഛനെന്താ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഈ സച്ചിയുടെ വീട് വരെ ഒന്ന് വരേണ്ട കാര്യമുണ്ടായിരുന്നു. അവരന്ന് പഞ്ചരത്നത്തിൽ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. ഗോകുലിന് പെണ്ണ് കാണുന്ന കാര്യമാണ് അച്ഛാ. അത് തന്നെ മോളെ. വീട്ടിൽ വന്ന ശേഷം സച്ചി എന്നെ വിളിച്ചിരുന്നു. അവര് തന്നെ ഗോകുലിന് വേണ്ടി പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഗോകുലിനോട് സംസാരിച്ച് അവനെ കൊണ്ടത് സമ്മതിപ്പിക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ഗോകുലിനെ കൊണ്ട് അച്ഛനത് സമ്മതിപ്പിച്ചോ? ഒരു ചെറുപ്പക്കാരന്റെ ഭാവിയുടെ കാര്യമല്ലേ മോളെ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയും. അവനോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ച് വന്നതാ. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടൊന്ന് പോണം. വേണ്ട, അച്ഛൻ അത് ചെയ്യരുത്. അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ കുടുംബത്തിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നും അച്ഛനില്ല. എനിക്കത് ഇഷ്ടമല്ല. എന്റെ ജന്മം തൊലച്ചവനാ അയാള്.